ഇറാൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നു. സ്ഥാനാർത്ഥികൾക്ക് ആർക്കും 50% വോട്ട് ലഭിക്കാത്തതിനെ തുടർന്നാണ് ഈ രണ്ടാം ഘട്ടം വേണ്ടി വന്നത്. ജൂലൈ 5-നാണ് വോട്ടെടുപ്പ്. ഇൻ്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് മെറിൻ മേരി ചാക്കോ തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് മെറിൻ മേരി ചാക്കോ, വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് SKN. ഇറാൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഇപ്പോൾ രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. മത്സരരംഗത്തുണ്ടായിരുന്ന 4 സ്ഥാനാർത്ഥികളിൽ ഒരാൾക്ക് പോലും 50%-ലേറെ വോട്ട് ലഭിച്ചില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നത്. ജൂലൈ 5-നാകും ഈ വോട്ടെടുപ്പ് നടക്കുക. ഇതിന് ഇറാന്റെ ഗാർഡിയൻ കൗൺസിൽ ഇപ്പോൾ അംഗീകാരം നൽകിയിരിക്കുന്നു. മത്സരരംഗത്ത് പ്രധാനമായും ഇറാന്റെ നിയമം അനുസരിച്ച് 50%-ൽ 51% വോട്ട് ലഭിക്കണം ഒരു സ്ഥാനാർത്ഥി വിജയമായി പ്രഖ്യാപിക്കണമെങ്കിൽ. അതല്ലെങ്കിൽ 1-2 സ്ഥാനം ലഭിച്ചവർ തമ്മിലായിരിക്കും മത്സരിക്കുക. ഇത് പ്രകാരം ഇപ്പോൾ പ്രധാനമായും മത്സരം നടക്കുന്നത് മുൻ ആരോഗ്യമന്ത്രിയും ഹാർട്ട് സർജനുമായിട്ടുള്ള മസൂദി പഷസ്കിയാനും അതുപോലെ തന്നെ സുരക്ഷാ കമാൻഡറായിട്ടുള്ള സയ്യിദ് ജലീലിയും തമ്മിലാണ് മത്സരം. ഈ പഷസ്കിയാൻ നേരത്തെ മുൻ ഇറാനിയൻ പ്രസിഡന്റ് ഹസൻ റുഹാനിയുമായി വളരെയധികം അടുപ്പമുള്ള ഒരു വ്യക്തിയാണ്. ഇറാനെ ഉപരോധങ്ങളിൽ നിന്നും സ്വതന്ത്രമാക്കുമെന്നാണ് പ്രധാനമായും അദ്ദേഹം വാഗ്ദാനം ചെയ്യുന്നത്. മാത്രവുമല്ല, സർക്കാരും ജനങ്ങളും തമ്മിലുള്ള അന്തരം കുറയ്ക്കുമെന്നും അദ്ദേഹം വാഗ്ദാനം ചെയ്യുന്നു. ഇറാന്റെ ആണവ കരാറുകൾ പ്രതിനിധീകരിച്ചിട്ടുള്ള വ്യക്തിത്വമാണ് ജലീലി. ഇവർ രണ്ടുപേർക്കും ആർക്കായിരിക്കും ജനം ഇവരുടെ വാഗ്ദാനങ്ങളിൽ ആരായിരിക്കും മുഖവിലെടുക്കുകയെന്ന് തന്നെയാണ് ജൂലൈ 5-നായിരിക്കും അറിയാൻ സാധിക്കുക. 2005-ന് ശേഷമാണ് ഇറാനിൽ ഇപ്പോൾ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത്. 1979-ലാണ് ഇറാനിൽ ഇസ്ലാമിക് റിപ്പബ്ലിക് സ്ഥാപിതമാകുന്നത്. ഇതിനുശേഷം ഏറ്റവും കുറഞ്ഞ ഒരു വോട്ടിംഗ് ശതമാനമാണ് രേഖപ്പെടുത്തിയത്. 41% പേർ മാത്രമാണ് ഇറാനിൽ വോട്ട് ചെയ്യാനെത്തിയത്. സ്ത്രീകളടക്കം വളരെ കുറഞ്ഞ ശതമാനം പേർ മാത്രമാണ് വോട്ട് രേഖപ്പെടുത്തിയത്. പണപ്പെരുപ്പവും സാമൂഹിക സാഹചര്യങ്ങളും പ്രതിഷേധങ്ങളുള്ള ഭരണകൂടത്തിന്റെ അടിച്ചമർത്തുന്ന രീതിയുമെല്ലാം ഈ വോട്ടെടുപ്പ് ബഹിഷ്കരിക്കുന്നതിന് കാരണമായെന്നാണ് അന്താരാഷ്ട്ര സമൂഹം ഇപ്പോൾ വിലയിരുത്തുന്നത്. എന്തായാലും ഇറാൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഇപ്പോൾ രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. ജൂലൈ 5-നാകും വോട്ടെടുപ്പ് നടക്കുക. SKN. മെറിൻ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ബഹിരാകാശത്ത് കുടുങ്ങിപ്പോയ സുനിത വില്യംസ് മടങ്ങി വരാൻ ഒരു 90 ദിവസം കൂടി എടുക്കുമെന്ന രീതിയിൽ വാർത്ത വരുന്നു. നാസയാണോ ഈ കാര്യം പുറത്തുവിട്ടിരിക്കുന്നത്? SKN. ഇന്ത്യൻ വംശജയായ ബഹിരാകാശ യാത്രിക സുനിത വില്യംസും ബുച്ച് വിൽമോറും അവരുടെ മടക്കയാത്ര ഇപ്പോൾ വൈകുമെന്ന് തന്നെയാണ് നാസയാണ് അറിയിക്കുന്നത്. 45 ദിവസത്തേക്കുള്ള ദൗത്യത്തിനാണ് ഇവർ ബഹിരാകാശ സ്റ്റേഷനിലേക്ക് പോയത്. എന്നാൽ ഇത് 90 ദിവസം ദീർഘിപ്പിക്കേണ്ടി വരുമെന്ന് തന്നെയാണ് ഇപ്പോൾ നാസ അറിയിച്ചിരിക്കുന്നത്. ഇവർ പോയ പേടകമായിട്ടുള്ള ബോയിങ് സ്റ്റാർലൈനറിന്റെ തകരാറുകൾ പരിഹരിക്കേണ്ടി വരുന്ന സമയമാകും ഇതെന്നാണ് ഇപ്പോൾ നാസ അറിയിക്കുന്നത്. ഈ പേടകത്തിന് ഹീലിയം ചോർച്ചയുണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിന്റെ ത്രസ്റ്ററുകളിൽ കേടുപാട് സംഭവിച്ചിരുന്നു. 28 ത്രസ്റ്ററുകളാണുള്ളത്. ഇതിൽ 5 കേടുപാട് സംഭവിച്ചു. ഇത് എന്തുകൊണ്ടാണെന്ന് കണ്ടെത്താൻ ശാസ്ത്രജ്ഞർക്കോ അതുപോലെ തന്നെ സാങ്കേതിക വിദഗ്ധർക്കോ ഇതുവരെ സാധിച്ചിട്ടില്ല. ഇത് കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഭൂമിയിൽ അല്ലെങ്കിൽ ന്യൂ മെക്സിക്കോയിൽ പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ പരീക്ഷണ ഫലങ്ങൾ കൂടെ വിലയിരുത്തിയ ശേഷമായിരിക്കും ഈ സുനിത വില്യംസിൻ്റെയും ബുച്ച് വിൽമോറിൻ്റെയും മടക്കയാത്രയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുക എന്ന് തന്നെയാണ് ഇപ്പോൾ നാസ അറിയിക്കുന്നത്. അതേസമയം ഇവർ സുരക്ഷിതരാണ്. മറ്റു ക്രൂ മെമ്പേഴ്സുമായി ഇവർ കണ്ടുമുട്ടിയെന്നും അവരുടെ റുട്ടീൻ വർക്കുകളിൽ മുഴുകിയിരിക്കുകയാണെന്നും ഇപ്പോൾ നാസ അറിയിക്കുന്നു. എന്നാൽ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം, റഷ്യയുടെ ഒരു സാറ്റലൈറ്റ് ആയിട്ടുള്ള റെസ്യൂസ് P1 ലോ എർത്ത് ഓർബിറ്റിൽ വെച്ച് പൊട്ടിത്തെറിച്ചു. അത് 100 കഷ്ണങ്ങളായി ചിന്നിച്ചിതറി എന്ന് തന്നെയാണ് ഇപ്പോൾ സാറ്റലൈറ്റുകളെ നിരീക്ഷിക്കുന്ന കമ്പനിയായിട്ടുള്ള ലിയോ ലാബ്സ് അറിയിക്കുന്നത്. ഇത് ബഹിരാകാശ മാലിന്യം കൂട്ടുമെന്നും ബഹിരാകാശ യാത്രികരുടെ ആരോഗ്യനിലയെ തന്നെ ബാധിക്കുമെന്ന് തന്നെ റിപ്പോർട്ടുകളാണ് വരുന്നത്. എന്തായാലും സുനിത വില്യംസിന് 90 ദിവസങ്ങൾ കൂടി ബഹിരാകാശ നിലയത്തിൽ കഴിയേണ്ടി വരുമെന്ന് തന്നെയാണ് ഇപ്പോൾ വിവരങ്ങൾ നാസ തന്നെ സ്ഥിരീകരിക്കുന്നത്. SKN. മെറിൻ, ഇവരുടെ അടുത്ത 3 മാസം കൂടി ഇങ്ങനെ യാത്ര നീണ്ടുപോകുമ്പോൾ ഭക്ഷണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് എന്നുകൂടി മെറിൻ വിശദമായിട്ട് അന്വേഷിക്കൂ. ബഹിരാകാശം എന്തൊക്കെയാണ് കഴിക്കുന്നത് നമുക്കറിയണ്ടേ. ഓക്കെ, താങ്ക് യു. മെറിൻ മേരി ചക്കയാണ് ഇൻ്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് നമുക്കൊപ്പം ചേർന്ന്. PP ജെയിംസിനെ പല പ്രേക്ഷകരും ഇപ്പോൾ ചോദിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ, അദ്ദേഹം സിക്കിമിലൊക്കെ ഒരു യാത്ര നടത്താൻ പോയിരിക്കുകയാണ്. ഗാങ്ടോക്കിലൊക്കെ അദ്ദേഹം ഉണ്ടായിരുന്നു. അവിടുന്ന് ചില വാർത്തകളൊക്കെ അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ. എത്രയും പെട്ടെന്ന് അദ്ദേഹം മോർണിംഗ് ഷോയിൽ ജോയിൻ ചെയ്യും. അദ്ദേഹം മുങ്ങിക്കളഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട്. മുങ്ങിയാലും ഇവിടെ തന്നെ പൊങ്ങും, 24-ൽ തന്നെ കേട്ടോ, അത് മറക്കണ്ട. ഷാനുവിന് അറിയേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. താങ്കൾക്ക് ചേട്ടനിയന്മാർ പെങ്ങന്മാരൊക്കെ ഉണ്ടോ? അതില്ലാത്ത അതൊക്കെ ഉണ്ട്. എൻ്റെ 2 ചേട്ടന്മാരാണ്, രാജഗോപാലൻ നായരും തങ്കപ്പൻ നായരും. എൻ്റെ ഒരു സഹോദരിയാണ് സരസ്വതി അമ്മ, മറ്റൊരു സഹോദരൻ എനിക്കുണ്ട് സുരേന്ദ്രൻ പിള്ള. അദ്ദേഹം ടെലിവിഷൻ രംഗത്ത് തന്നെയാണ് ജോലി ചെയ്യുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ ഈ കുടുംബ പശ്ചാത്തലം. ഞങ്ങൾ 5 പേരാണ്. ഷാനുവിൻ്റെ സംശയം തീർന്നല്ലോ.